പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന രണ്ടാം ദിവസത്തെ ചിന്തകൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യം. സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിൻ്റെ യഥാർത്ഥ ബന്ധം രക്തബന്ധത്തിലല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുന്നതിലൂടെയാണെന്ന്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൾ പരിശുദ്ധ അമ്മ. ഈ വചനത്തിൻ്റെ മഹത്തായ സാക്ഷ്യം തന്നെയാണ് പരിശുദ്ധ അമ്മ. ഗബ്രിയേൽ ദൂതൻ അറിയിച്ചപ്പോൾ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വം അവൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് അതെ എന്ന് പറഞ്ഞത് തന്നെയാണ്. മറിയം യേശുവിൻ്റെ അമ്മയായത് ശരീരബന്ധത്തിലൂടെയല്ല, ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ക്രൂശിലുള്ള അമ്മയുടെ വിശ്വാസം. യേശുവിൻ്റെ ശുശ്രൂഷാകാലത്ത് പലർക്കും യേശുവിൻ്റെ സന്ദേശം മനസ്സിലായില്ലെങ്കിലും പരിശുദ്ധ അമ്മ മൗനത്തോടെ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ക്രൂശിൻ്റെ അടിയിൽ മകൻ്റെ വേദനയെ സഹിച്ചു നിന്നു. അതും ദൈവത്തിൻ്റെ ഇഷ്ടം അംഗീകരിച്ച ജീവിതത്തിൻ്റെ തെളിവാണ്. പരിശുദ്ധ അമ്മ സഭയുടെ മാതാവ്. പെന്തക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ശിഷ്യന്മാരോടൊപ്പം അമ്മ ഉണ്ടായിരുന്നു. അതിലൂടെ അവൾ സഭയുടെ മാതാവായി മാറി. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനും നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ യേശുവിൻ്റെ കുടുംബമാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ വചനത്തോട് അതെ എന്ന് പറയുക. ദൈവത്തിൻ്റെ ഇഷ്ടം ചിലപ്പോൾ കഷ്ടപ്പാടായിരിക്കും, ചിലപ്പോൾ ധൈര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വഴി. എന്നാൽ അത് നമ്മെ യേശുവിൻ്റെ കുടുംബത്തിൽ അംഗങ്ങളാക്കുന്നു. അമ്മ നമ്മെ മാതൃകയായി കാണിക്കുന്നത് സ്നേഹത്തിലും വിശ്വാസത്തിലും വളരാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ യഥാർത്ഥ കുടുംബാംഗമാകാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകണം. പരിശുദ്ധ അമ്മയുടെ ജീവിതം തന്നെ ഇതിൻ്റെ മഹത്തായ തെളിവാണ്. അതുകൊണ്ട് തന്നെ അമ്മ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പോലെ ചെയ്യുവിൻ. അമ്മയുടെ മാതൃക പിന്തുടർന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ജീവിതം നമുക്ക് ജീവിക്കാം. അപ്പോൾ നാം യേശുവിൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകും. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ.